എറണാകുളം ചേന്നമംഗലത്ത് ഒരു കുടുംബത്തിലെ 3 പേരെ തലക്കടിച്ചു കൊലപ്പെടുത്തി. വേണു, ഭാര്യ ഉഷ, മകൾ വിനീഷ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. വിനീഷയുടെ ഭർത്താവ് ജിതിൻ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ. 4 പേരുടെയും തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നുവെന്ന് പോലീസ്. സംഭവത്തിൽ ചേന്നമംഗലം സ്വദേശി റിതു കസ്റ്റഡിയിൽ. അയൽവാസികൾ തമ്മിലുള്ള തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന് റൂറൽ SP വൈഭവ് സക്സേന 2 ഇരുമ്പ് പൈപ്പുകൾ ഉപയോഗിച്ച് തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയത്. പ്രതി ബംഗളൂരുവിൽ നിന്നെത്തിയത് 2 ദിവസം മുമ്പ്. ഇയാൾക്കെതിരെ 3 കേസുകൾ നിലവിലുണ്ടെന്നും റൂറൽ SP. ക്രൈം ആക്ച്വലി ശരിക്കും ഇന്ന് വൈകുന്നേരം ഏകദേശം 5-5:30 മണിക്ക് ആ ടൈമിൽ ഉള്ള റേഞ്ചിൽ നടത്തിയിരുന്നു. പ്രതി നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. ഇവിടെ നിന്ന് പുറത്ത് ഇറങ്ങുമ്പോൾ നമ്മുടെ ഈ സ്റ്റേഷനിലുള്ള വടക്കേക്കര പോലീസ് സ്റ്റേഷനിലുള്ള SI ആദ്യം ഈ പ്രതിനെ കണ്ടിരുന്നു. പിന്നെ ഇതുവരെ നമുക്ക് മനസ്സിലായി ഇത് കുറച്ച് തൊട്ടയൽവാസികളിൽ തമ്മിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഈ പ്രതി ബാംഗ്ലൂരിൽ ജോലി ചെയ്യാൻ വേണ്ടി പോയിരുന്നു. 2 ദിവസം മുമ്പ് ഇവിടെ നാട്ടിൽ വന്നിരുന്നു. സോ ഇന്ന് ഉച്ചയ്ക്ക് ഈ പ്രതി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കുറച്ച് തിരക്കുണ്ടായി. അതിൻ്റെ വൈരാഗ്യൻ്റെ അടിസ്ഥാനത്തിൽ ഈ വീട്ടിൽ പോയിട്ട് 2 GI പൈപ്സ് ഈ വീട്ടിൽ കൊണ്ടുവന്നിട്ട് എന്നെ അടിച്ചിരുന്നു. പ്രതി കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണെന്നും ശല്യക്കാരനാണെന്നും അയൽവാസികൾ. വീട്ടിൽ വന്ന് ശല്യം ചെയ്യല്. പെണ്ണും ചെറിയ കൊച്ചു മാത്രമുള്ള ചെറിയ കൊച്ചുണ്ട 6 വയസ്സ് ഇപ്പൊ പറഞ്ഞോളൂ 6 വയസ്സായ കൊച്ചും അവളെ ഉള്ള. ഞാൻ വണ്ടിയാ നാഷണൽ പെർമിറ്റ് ലോറിയും ബസ്സൊക്കെ ആയിട്ട് പോകണ എനിക്ക് വീട്ടിൽ വരാൻ പറ്റില്ല. ഞാൻ ആഴ്ചയിൽ മാസത്തിലൊക്കെ വരാം. ഇവരായിട്ട് നല്ല ബന്ധമാണ്. ഞാൻ ഗൾഫിലായിരുന്നു, സൗദിയിലായിരുന്നു. ഞാൻ ലീവിന് വന്നതാണ്. ലീവിന് വന്ന ആക്സിഡന്റ് പറ്റി നാട്ടിൽ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ബിസിനസ്സായിട്ട് തുടങ്ങിയിട്ട് നാഷണൽ പെർമിറ്റ് ലോറിയും കാര്യങ്ങളായിട്ട് നടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ബോംബെയിലൊക്കെ പോയി കഴിഞ്ഞാൽ ആഴ്ചയിൽ മാസത്തിലൊക്കെ ഞാൻ വരുമ്പോൾ ഞാൻ വരും. അപ്പോൾ ഇതിനിടയ്ക്ക് ഇവള് ഓരോ കാര്യങ്ങൾ പറയും. നമുക്ക് വെച്ചാൽ തല്ലുപിടിക്കാനുള്ള മൈൻഡ് ഇല്ല. നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് പോകണം. ഈ പറയുന്ന ആൾക്ക് ഈ വീട്ടുകാരായിട്ട് എന്താ പ്രശ്നം? അതായത് ഇവന്ന് വെച്ചാല് ഇതിന്റെ ഈ മതിൽ ചവിട്ടി കയറും വെച്ചാല് എൻ്റെ മോളും ഇവളും മാത്രമല്ലോ കയറിയിട്ട് ഇത് കാണിക്കുമ്പോ ഈ കുളിമുറിയുടെ വാതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു നോക്ക ജലം തട്ട അങ്ങനത്തെ ഒക്കെ പരിപാടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് വന്ന് സംസാരിക്കാം. എന്നിട്ട് ഇവന്റെ അമ്മനോട് എത്ര പ്രാവശ്യം പറഞ്ഞു തരും. ഇവന്റെ അമ്മനോട് നമ്മ അയൽവക്കണ്, തല്ല് പിടിക്കണ്ട, അയൽവക്കണ് പറഞ്ഞ് സംസാരിക്കും. അവനെ വരായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അവൻ ചേട്ടാ ഇനി മേലാക്ക ഉണ്ടാവൂല, ഒന്നില്ല, അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞിട്ട് ഡീസൽ സ്ത്രീകളെ ശല്യം ചെയ്യലായിരുന്നു. അതായിരുന്നു അവിടെ വെച്ചാല് ഈ ഇപ്പൊ ഗൾഫിലുള്ള പയ്യനില്ലേ അവന്റെ ഭാര്യയും പിന്നെ അവിടുത്തെ വയസ്സായ അമ്മയും വയസ്സായ ചാച്ചനും 2 ചെറിയ കൊച്ചുങ്ങളും മാത്രമുള്ളൂ അവിടെ. ഇവിടെ വെച്ചാല് എൻ്റെ ചെറിയ മോളും ഇവളും മാത്രമുള്ളൂ. അങ്ങനെ ഈ 2 വീട്ടിലായിരുന്നു ഇവന്റെ അതിക്രമങ്ങൾ. കൂടുതൽ വിവരങ്ങൾ ഉമേഷ് നൽകും. ഉമേഷിലേക്ക്. ചേന്നമംഗലത്ത് അതിദാരുണമായ കൊലപാതകങ്ങളാണ് നടന്നത്. ഈ കൂട്ടക്കൊല നടന്ന വീട് എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീടാണ്. ഇവിടെയാണ് 3 പേർ ഇവിടെയാണ് കൊല്ലപ്പെട്ടത്. 4 പേരെയാണ് ഇവിടെ ആക്രമിച്ചത്. തൊട്ടടുത്ത അയൽവാസിയായ ഋതു എന്ന് പറയുന്നയാൾ ഈ വീട്ടിലേക്ക് കയറി വരികയും ഇവിടെയുള്ള വീട്ടുകാരുമായി തർക്കത്തിലേർപ്പെടുകയും പിന്നീട് ക്രൂരമായി തലയ്ക്കടിക്കുകയുമായിരുന്നു. ഇയാൾ കയ്യിൽ 2 ഇരുമ്പ് പൈപ്പുകൾ കയ്യിൽ കരുതിയിരുന്നു എന്നാണ് പോലീസ് പറഞ്ഞത്. ആ ഇരുമ്പ് പൈപ്പുകൾ ഉപയോഗിച്ചാണ് 4 പേരുടെ തലയ്ക്കടിച്ചത്. ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് വേണുവിൻ്റെ ഭാര്യ ഉഷ, ഇവരുടെ മകൾ ആണ് മരിച്ചത്. ഇങ്ങനെ 3 പേരാണ് മരിച്ചത്. ഒപ്പം മകളുടെ മകൾ വിനീഷയാണ് ഇവർക്കൊപ്പം മരിച്ചതിന്. കൂടാതെ വിനീഷയുടെ ഭർത്താവ് ജിതിന് ക്രൂരമായി പരിക്കേറ്റ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണെന്നുള്ളതാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ഈ തൊട്ടടുത്തുള്ള വീട്ടിലാണ് ഈ പ്രതിയായ ഋതു എന്ന് പറയുന്ന ആൾ താമസിക്കുന്നത്. ഒരു ഇടവഴിയുടെ ദൂരം മാത്രമാണ് തൊട്ടപ്പുറത്തേക്ക്. ആ വീട്ടിലേക്കാണ് ഇയാൾ ഇങ്ങനെ ഇന്ന് വൈകിട്ട് 6 മണിയോടെ കടന്നു ചെല്ലുകയും ഇവരെ ഭീഷണിപ്പെടുത്തുകയും വാക്കുതർക്കത്തിലേർപ്പെടുകയും പിന്നീട് ക്രൂരമായി തലക്കടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തത്. ഈ തൊട്ടടുത്ത വീട്ടുകാർക്കൊക്കെ ഇയാൾ പതിവായി ശല്യക്കാരനായിരുന്നു എന്നുള്ളതാണ് അയൽവാസികളടക്കം നമ്മളോട് പറഞ്ഞത്. ഏതായാലും ഇതിനുശേഷം ഈ കൊലപാതകം നടന്ന ശേഷം ഇവിടെ നിന്ന് ബൈക്കിൽ പോവുകയായിരുന്ന ഋതുവിനെ പോലീസ് പിന്നീട് പിടികൂടി ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇയാൾ ആ സമയത്ത് ലഹരി ഉപയോഗിച്ചിരുന്നു എന്നുള്ള സംശയം പോലീസിനുണ്ട്. അത് വൈദ്യപരിശോധനയിലൂടെ മാത്രമേ സ്ഥിരീകരിക്കാൻ കഴിയൂ എന്നുള്ളതാണ് റൂറൽ SP വൈഭവ് സക്സേന നമ്മളോട് പറഞ്ഞത്. ഒപ്പം ഇയാളുടെ പശ്ചാത്തലത്തെക്കുറിച്ചും പോലീസ് പറയുകയുണ്ടായി.
ഇയാൾക്കെതിരെ 3 കേസുകൾ ഇതിനകം തന്നെ നിലവിലുണ്ട്. അതിൽ മയക്കുമരുന്ന് കേസിലടക്കം ഇയാൾ പ്രതിയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഒപ്പം അതിക്രമിച്ച് കടക്കൽ അടക്കമുള്ള കേസുകളുണ്ട്. അങ്ങനെ എറണാകുളം ജില്ലയിൽ 2 കേസുകളും തൃശ്ശൂർ ജില്ലയിൽ 1 കേസും, അങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമുള്ളയാളാണ്. ഒപ്പം ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ടയാളാണ് ഈ ഋതു എന്നും പറയുന്നുണ്ട്. ഇയാൾ ബാംഗ്ലൂരിലാണ് ജോലി ചെയ്യുന്നത്. 27 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. 2 ദിവസം മുമ്പാണ് ഇയാൾ നാട്ടിലെത്തിയത്. അതിനുശേഷമാണ് ഇവിടേക്ക് വരികയും ഈ വീട്ടിലെത്തി ഈ 4 പേരെ ക്രൂരമായി ആക്രമിക്കുകയും ചെയ്തത്. 4 പേരിൽ 3 പേർ മരിച്ചു. 4-മത്തെ ആൾ ജിതിൻ ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയുമാണ്.